ഇനി നമുക്ക് നെയ്യാറ്റിൻകരയിൽ ഡോക്ടറെ കാണാൻ ക്യൂ നിന്ന ഒരു രോഗി മരിക്കുന്ന വളരെ ദുഃഖകരമായൊരു വാർത്തയുണ്ട്. അതിലൊരു ഫോളോ അപ്പ് വാർത്തയുണ്ട്. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ രോഗി മരിച്ച സംഭവത്തിലെ അന്വേഷണ റിപ്പോർട്ട് വൈകുന്നു. അടിയന്തരമായിട്ട് റിപ്പോർട്ട് നൽകണമെന്ന് ആരോഗ്യമന്ത്രി DMOയോട് ആവശ്യപ്പെട്ടിട്ടും ഇതുവരെയും റിപ്പോർട്ട് കൈമാറിയിട്ടില്ല. രോഗിയുടെ ബന്ധുക്കളുടെ മൊഴി ഇതുവരെയും രേഖപ്പെടുത്തിയിട്ടില്ല. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, നമുക്കറിയാം ഡോക്ടറെ കാണാനായി ക്യൂ നിൽക്കുമ്പോൾ ഒരു രോഗി കുഴഞ്ഞു വീണ് മരിക്കുന്ന സാഹചര്യം. അദ്ദേഹം വന്നപ്പോഴേ അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരനോട് പറഞ്ഞാണ് സുഖമില്ല, വളരെ പെട്ടെന്ന് ഡോക്ടറെ കാണണം. സെക്യൂരിറ്റിക്കാരനൊന്നും സമ്മതിച്ചില്ല, പോയി ക്യൂ നിൽക്കൂ, അല്ലാതെ ഒന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വളരെ ധാർഷ്ട്യത്തോടെ പെരുമാറി അവസാനം അദ്ദേഹം മരണപ്പെടുന്നു. ആ സെക്യൂരിറ്റി ജീവനക്കാരനെ ജോലിയിൽ നിന്ന് മാറ്റുകയൊക്കെ ചെയ്തു. പക്ഷേ ഇതിൽ കുറ്റക്കാരായ ആരോഗ്യവകുപ്പിലെ പ്രധാനപ്പെട്ട ആളുകളെ ചോദ്യം ചെയ്യാനോ അതുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി മുന്നോട്ട് പോകാനോ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല എന്നുള്ള വലിയ ആക്ഷേപം നിലനിൽക്കുകയാണല്ലോ. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, രാഖി, നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ രോഗി മരിക്കാനിടയായ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അതിനൊരു അന്വേഷണം നടത്തണം, പ്രാഥമികതല അന്വേഷണം നടത്തണമെന്ന ആവശ്യം ഉണ്ടാകുന്നത്. തുടർന്ന് ആരോഗ്യമന്ത്രി അടക്കം ഇക്കാര്യത്തിൽ ഇടപെടുകയും ചെയ്തു. എന്നാൽ നിലവിലിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ അന്വേഷണവും നടന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. DMO തലത്തിൽ ഒരു അന്വേഷണം നടത്തി പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടെങ്കിൽ പോലും അത് നടന്നില്ല. കഴിഞ്ഞ 9-ാം തീയതിക്കുള്ളിൽ അത് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നടക്കമുള്ള കാര്യങ്ങളാണ് നേരത്തെ ആരോഗ്യമന്ത്രി അറിയിച്ചത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട യാതൊരു നടപടിക്രമങ്ങളും ഉണ്ടായില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ ദാരുണമായ സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇത്തരത്തിൽ ഒരു രോഗി ചികിത്സ തേടിയെത്തുകയും തുടർന്ന് ആശുപത്രിയിൽ വെച്ച് മരിക്കുകയുമാണ് ഉണ്ടായത്. എന്നാൽ അത് ആശുപത്രി അധികൃതരുടെ വീഴ്ചയാണെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ഈ രോഗി എത്തിയ സമയത്ത് തന്നെ വിദഗ്ധ ചികിത്സ നൽകിയെന്നാണ് ഈ ആശുപത്രി അധികൃതർ പറയുന്നത്. എന്നാൽ ബന്ധുക്കളാണ് ഇതിൽ ആരോപണം ഉന്നയിക്കുന്നത്. ഇത്തരത്തിൽ വീഴ്ച സംഭവിച്ചു, ക്യൂ നിൽക്കാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരത്തിൽ മരിക്കുന്ന സാഹചര്യം ഉണ്ടായത് അടക്കമുള്ള ആരോപണങ്ങളായിരുന്നു ബന്ധുക്കൾ ഉന്നയിച്ചത്. തുടർന്നാണ് ഇത് വലിയ വാർത്തയാകുകയും ചെയ്തത്. അതിനുശേഷമാണ് മന്ത്രിതലത്തിൽ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തൊക്കെ ഇടപെടലുണ്ടാകുകയും ഇത്തരത്തിൽ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. എന്നാൽ തുടർന്നിങ്ങോട്ട് യാതൊരുവിധ അന്വേഷണങ്ങളും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിനോദ്, രാഖി. അതെ, നെയ്യാറ്റിൻകരയിൽ രോഗി ഇങ്ങനെ ആശുപത്രി ക്യൂ നിൽക്കുന്നതിനിടെ മരിക്കാനിടയായ സാഹചര്യം, ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പ്രശാന്ത്.